നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേഷനാണ് എന്നൊരു വീഡിയോ ഭാഗത്തെ. വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് അഖിൽ, അഗ്നി, മമ്മൂട്ടി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ഏജന്റ്. ചിത്രത്തിന് കാര്യമായ വിജയമൊന്നും സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഏജന്റ് എന്ന ചിത്രം മാർച്ച് 14-ാം തീയതി മുതൽ സോണി ലൈവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. സണ്ണി വെയിൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ത്രയം. ചിത്രം ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. അനശ്വര രാജൻ, സജിൻ ഗോപു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു പൈങ്കിളി. ചിത്രമിതാ ഈ മാസം തന്നെ നമുക്ക് മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ OTT റിലീസിനായി. ചാക്കോച്ചൻ, പ്രിയാമണി, ജഗദീഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചിത്രം ഏപ്രിൽ മാസം വിഷു സ്പെഷ്യലായി OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേഷനാണ് ബേസിൽ ജോസഫ്, സൗബിൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു പ്രാവിൻ കൂട്ടുഷാപ്പ്. ചിത്രം മാർച്ച് 25-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആന്റണി വർഗീസ്, വിജയരാഘവൻ, ഷൈജു കുർപ്പ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ദാവിദ്. ചിത്രം ഈ ഒരു മാസമോ അടുത്ത മാസമോ OTT റിലീസ് ചെയ്യും. മിക്കവാറും നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലായിരിക്കും OTT റിലീസ് ചെയ്യുക. ബേസിൽ ജോസഫ്, സജിൻ ഗോപു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു പൊന്മാൻ. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രങ്ങളുടെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ബൈ ബൈ.